കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സന്ദേശം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനു വേണ്ടി ഉള്ളതാണ്. ഭാരതം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. 7 ഘട്ടങ്ങളായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ത്യയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 19 തീയതി അതിന്റെ 1ാം ഘട്ടം കഴിഞ്ഞു. ഇന്ന് 26 തീയതി 88 ലോക്സഭാ സീറ്റിലേക്കുള്ള ജനവിധി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നടക്കുകയാണ്. നമ്മുടെ കേരളത്തിലും ഇന്ന് കേരള ജനത പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയണം. കാരണം നാം ഈ രാജ്യത്തിലെ പൗരന്മാരാണ്. ഈ രാജ്യത്തെ നാം സ്നേഹിക്കുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ നാം ചെയ്ത പ്രതിജ്ഞ ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവർ രാജ്യത്തിന്റെ പുരോഗതിയിൽ, രാഷ്ട്ര നിർമ്മാണത്തിൽ, ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ മിഷണറിമാരുടെ വരവോടുകൂടെ ഇന്ത്യയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഫലമായി ഒരു വികസിത ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രയാണത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം വളരെ നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ട്, ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെ കഴിഞ്ഞ 17 പൊതു തെരഞ്ഞെടുപ്പുകളിൽ രാജ്യത്തിന്റെ ഐക്യതയും അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുവാൻ രാജ്യത്തിന്റെ ഇലക്ഷൻ മാൻഡേറ്റ് വളരെ സജീവമായി ഇന്ത്യയിലെ ക്രൈസ്തവർ അവരുടെ സമ്മതിദാനാവകാശം വളരെ വിശ്വസ്തയോടെ വിനിയോഗിച്ചിട്ടുണ്ട്. ഒരിക്കലും ഈ രാജ്യത്ത് ഒരു ചേരിതിരിവുകൾ മതപരമായോ വർഗപരമായോ, അത് ആഹാരത്തിന്റെയോ വസ്ത്രത്തിന്റെയോ നിറത്തിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്താഗതികളുടെയോ അടിസ്ഥാനത്തിൽ ഒരു വിഭജനം ഇന്ത്യയിലെ ക്രൈസ്തവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നാനാത്വത്തിൽ ഏകത്വമെന്ന നമ്മുടെ കാഴ്ചപ്പാട് എപ്പോഴും ഉയർത്തിപ്പിടിക്കുവാൻ ക്രൈസ്തവർ ശ്രദ്ധാലുക്കളാണ്. നാം ഇവിടെ വസിക്കുമ്പോൾ, പാർക്കുമ്പോൾ രാജ്യത്തോടുള്ള നമ്മുടെ കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും വിശ്വസ്തയോടെ ചെയ്യുവാൻ എക്കാലത്തും ക്രൈസ്തവ സമൂഹം മുന്നിട്ട് നിന്നു എന്നുള്ളത് ഇത്തരണത്തിൽ എടുത്തു പറയത്തക്ക സംഗതിയാണ്. അഴിമതിരഹിത, അക്രമമില്ലാത്ത, ജാതിമത വർഗീയ സ്പർദ്ധകളില്ലാത്ത, മറ്റ് വംശീയ ദേശീയ പ്രശ്നങ്ങളിൽ ഒരു തരത്തിലും അതിൽ മറ്റൊന്നിന്റെ നിറം കൊടുക്കാതെ, ആരുടെയും ചേരി പിടിക്കാതെ എന്നും സത്യത്തിന് വേണ്ടി നിലയുറപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഭാരതത്തിലെ ക്രൈസ്തവർ. സ്വതന്ത്ര ഇന്ത്യയുടെ ഈ 75 വർഷം പിന്നിട്ട ഈ കാലയളവിൽ 18ാമത് പാർലമെന്റ് രൂപീകരിക്കുവാൻ ഏതാനും നാളുകൾ മാത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ വോട്ടവകാശം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമ്മുടെ ഭാഗം, നമ്മുടെ പങ്ക് വളരെ ജ്ഞാനത്തോടുകൂടി ബുദ്ധിപരമായി വിനിയോഗിക്കുവാൻ ഇത്തരണത്തിൽ നാം പ്രതിജ്ഞാബദ്ധരാണ്. എന്താണ് അതിന്റെ കാരണം? മുൻകാലങ്ങളെക്കാൾ ഈ തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നാം ചിന്തിക്കുമ്പോൾ ഇന്ത്യയുടെ വൈവിധ്യം, നാനാത്വത്തിൽ ഏകത്വം അത് നിലനിർത്തുവാൻ, മതേതര ഇന്ത്യ ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ, അപ്പോൾ തന്നെ തുല്യനീതിയും മനുഷ്യാവകാശവും ജനാധിപത്യവും സമത്വവും ഈ രാജ്യത്ത് എന്നും നിലനിൽക്കുവാൻ നാം ആഗ്രഹിക്കുന്നവരാകുന്നതുകൊണ്ട് നിശ്ചയമായും ഒരു വോട്ട് പോലും പാഴാക്കാതെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി തീരണം എന്നുള്ളത് ഏറ്റവും പ്രസ്താവ്യമായ വിഷയമാണ്. കാരണം ഈ രാജ്യം നിലനിൽക്കുന്നതിന് ഒരു വലിയ മഹത്തരമായ ഭരണഘടന ഉള്ളതുകൊണ്ടാണ്. ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശവും സംരക്ഷണവും ഈ രാജ്യത്തിലെ ഉത്തമ പൗരന്മാരായി പ്രവർത്തിക്കുവാനും കഴിയുന്നത് വളരെ ഉന്നതമായ ഒരു ഭരണഘടനയാണ് ഈ രാജ്യത്തിന്റെ ഐക്യതയെ, അഖണ്ഡതയെ നിലനിർത്തുന്നത്. ഭരണഘടനയ്ക്ക് കോട്ടകൾ സംഭവിക്കാനും മാറ്റങ്ങൾ സംഭവിക്കാനും ഈ രാജ്യത്തിൽ സമാധാനവും സുസ്ഥിരത, വികസനവും പുരോഗതിയും നാളുകൾ ഉണ്ടാകുവാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭരണ നേതൃത്വം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആയതിനാൽ ഈ രാജ്യത്തിന്റെ ഭാവിയെ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ നാം തയ്യാറാകണം. അപ്രകാരമാണ് ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ, രാജ്യപുരോഗതിയിൽ, സുസ്ഥിര വികസനത്തിൽ, രാജ്യസ്നേഹത്തിൽ, ദേശീയതയിൽ, പൗരധർമ്മത്തിൽ നാം പങ്കാളികളാകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്താൽ ഇവിടെ തെരഞ്ഞെടുക്കാൻ പോകുന്ന പുതിയ ലീഡർഷിപ്പ് ദൈവപ്രകാരം ഈ രാജ്യത്ത് ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവത്തിന് വചനം പറയുന്നു, ഏത് ഉന്നതനും ഇതയും അത്യുന്നതൻ വാഴുന്നു. കർത്താവിന്റെ രാജ്യത്തെ സകലത്തെയും ഭരിക്കുന്നു. ഉസ്യാവ് മരിച്ചാണ്ടിലും യെശയ്യാവ് കണ്ടത് കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. നമ്മുടെ കർത്താവിന് നൽകിയ പേര് അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അതുകൊണ്ട് കർത്താവിന്റെ ഒരു സർവാധിപത്യം സകലത്തിന് മീതെ ഉണ്ട് എന്ന് നാം വിശ്വസിക്കുമ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന ഇലക്ഷൻ മാൻഡേറ്റ് നമുക്കും വളരെ പ്രാർത്ഥനാപൂർവ്വം അണിചേരാം. മറ്റ് ഭയമോ ഭീതിയോ കൂടാതെ ഇവിടെ ജീവിക്കുവാൻ നമുക്ക് കഴിയുവാൻ ഇടിയാകേണ്ടതിന് ഒരിക്കലും രാജ്യത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം രാജ്യം വർഗീയ വിദ്വേഷങ്ങളും ജാതിമത സ്പർദ്ധകളും മതപ്രീണനവും തീവ്രവാദവും കലാപങ്ങളും മറ്റ് രാഷ്ട്രീയ സംഘടനകളും ഒന്നുമില്ലാതെ ഈ ഇന്ത്യ 144 കോടി ജനം ഈ രാജ്യത്ത് സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുവാൻ ഇടയായി തീരുവാനുള്ള സാമൂഹിക അന്തരീക്ഷം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇന്ത്യയിലെ മതന്യൂനപക്ഷം സ്വൈര്യമായി ജീവിക്കുവാൻ നമുക്ക് നല്ല നേതൃത്വം നാളുകൾ ഉണ്ടാകേണ്ടതിന്, ഈ രാജ്യം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകേണ്ടതിന് പ്രാർത്ഥനയോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.